ഹലോ ഗൈസ്, അങ്ങനെ ഒരു ദിവസം രാത്രി പെട്ടെന്നൊരു ചിന്ത, ലാലയുടെ റെസിപ്പി ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് വിട്ടു. പൊണ്ടിയുടെ വണ്ടി എടുക്കാൻ പറഞ്ഞു, അവൾ വണ്ടി എടുത്തു. അങ്ങനെ ഞങ്ങളുടെ കൂടെ അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പഴവും ഐസ്ക്രീമും ശർക്കരയും ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ രാത്രി തന്നെ ഞങ്ങൾ ലാലയുടെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. അങ്ങനെ ആ കാണുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം സൂപ്പറാണ് ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ പഴം നമ്മൾ നന്നായിട്ട് വരട്ടിയതൊക്കെ ഒരു ബൗളിലേക്ക് എടുത്തിട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഐസ്ക്രീമൊക്കെ ഇങ്ങനെ സ്കൂപ്പായിട്ട് എടുത്തിട്ടു. പിന്നെ കുറച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഐസ്ക്രീമിൻ്റെ മുകളിൽ കുറച്ചൊരു നട്ട്സൊക്കെ ഇട്ട് നമ്മളതായ രീതിയിൽ ചെറിയ രീതിയിൽ അങ്ങനെ ഉണ്ടാക്കി. പക്ഷേ നമുക്ക് വേറെ റമ്മോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ നോർമലി അങ്ങനെ കഴിക്കാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമ്മളെ രീതിയിലൊരു ലാലയുടെ സ്റ്റൈൽ ഉണ്ടാക്കി. അങ്ങനെ നമ്മളും ലാലയുടെ കൂടി ചേർന്നൊരു ഫ്യൂഷൻ ഐറ്റം ഉണ്ടാക്കിയിട്ട് സംഭവം നൈസായിരുന്നു ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രാത്രിയാണെന്ന് ഓർക്കണം. അപ്പോൾ ഇതും കഴിച്ച് ഞങ്ങൾ മെല്ലെ പോയി കിടന്നുറങ്ങി.